നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലില് ബൊറൂസിയ ഡോട്ട്മുണ്ടും റയൽ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടുക. PSG പരാജയപ്പെടുത്തിക്കൊണ്ട് ഡോട്ട്മുണ്ട് ഫൈനലിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിൽ ഇതാ റയൽ മാഡ്രിഡ് ബയേൺ മ്യൂണിക്കിനെ തോൽപ്പിച്ചുകൊണ്ട് വരികയാണ്. വെംബ്ലിയിലാണ് തീ പറക്കുന്ന ഫൈനൽ പോരാട്ടം. അടുത്ത മാസം 1-ാം തീയതി ജൂൺ 1-നാണ് മത്സരം. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 2-ന് പുലർച്ചെ 12:30 കളി നടക്കുക. ഈ കളിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ഫൈനലിസ്റ്റുകളെ ഒന്നെടുത്ത് നോക്കുകയാണ്. UCL അവരുടെ മുൻ ഹിസ്റ്ററി എന്താണ് ഈ സീസണിൽ അവരെങ്ങനെ കടന്നു വന്ന വഴികൾ എന്താണ്, അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ കാര്യത്തിൽ അവരിപ്പോൾ യുവേഫ കോഎഫിഷ്യന്റ് റാങ്കിങ്ങിൽ 8ാമത് നിൽക്കുന്ന ടീമാണ്. യുവേഫയുടെ കോഎഫിഷ്യന്റ് റാങ്കിങ്ങിൽ 8ാമതുള്ള ടീമാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ബെസ്റ്റ് യൂറോപ്യൻ കപ്പ് പെർഫോമൻസ് എന്ന് പറയുന്നത് 96-97 അവർ വിന്നേഴ്സായിരുന്നു. ലാസ്റ്റ് സീസണിൽ അവർ റൗണ്ട് ഓഫ് 16 പുറത്താവുകയായിരുന്നു. ചെൽസിയോട് അഗ്രിഗേറ്റ് 2-1 തോറ്റ് അവർ പുറത്തായി. ഈ സീസണിൽ നോക്കുക, ഗ്രൂപ്പ് F അവർ വിന്നേഴ്സായിരുന്നു. റൗണ്ട് ഓഫ് 16 PSVയെ 3-1 അഗ്രിഗേറ്റിന് അവർ പരാജയപ്പെടുത്തി. ക്വാർട്ടർ ഫൈനലിൽ 5-4 അത്ലറ്റിക്കോ മാഡ്രിഡിനെ അഗ്രിഗേറ്റിൽ അവർ പരാജയപ്പെടുത്തി. സെമി ഫൈനൽസിൽ PSG-ക്കെതിരെ 2-0 അഗ്രിഗേറ്റ് വിജയവുമായിട്ട് ഫൈനലിലേക്ക് എത്തുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മാറ്റ് ഹമ്മൽസിന്റെ പ്രകടനമാണ് അവർക്ക് ഏറെ ഗുണകരമായി മാറിയത് സെമി ഫൈനലിൽ. എന്തായാലും മികച്ചൊരു പെർഫോമൻസ് എഡിൻ തേഴ്സിഗിന്റെ കുട്ടികൾ ഫൈനലിൽ പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ ഏറ്റവും ഒടുവിൽ ബയേൺ മ്യൂണിക്ക് ഫൈനലിൽ കളിച്ചത് എന്നാണെന്ന്? 2012-13 സീസണിൽ ഇതേ വെംബ്ലിയിലാണ്. അന്ന് യർഗൻ ക്ലോപ്പിന്റെ കുട്ടികളായിരുന്നു അദ്ദേഹമായിരുന്നു അവരെ പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷേ ബയേൺ മ്യൂണിക്കിനോട് പരാജയപ്പെട്ടു. 2-1 ഫൈനലിൽ വെംബ്ലിയിൽ പരാജയപ്പെട്ടു. ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും വെംബ്ലിയിൽ എത്തുമ്പോൾ ആ കിരീടത്തിൽ മുത്തമിടാൻ കഴിയുമോ എന്നുള്ളതാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. പിന്നെ റയൽ മാഡ്രിഡിന്റെ കാര്യത്തിലേക്ക് വന്നാൽ യുവേഫ കോഎഫിഷ്യന്റ് റാങ്കിങ്ങിൽ അവർ ഇപ്പോഴുള്ളത് 3-ാം സ്ഥാനത്താണ്. അവരുടെ ബെസ്റ്റ് യൂറോപ്യൻ കപ്പ് പെർഫോമൻസ് നോക്കുക, അനവധി കിരീടങ്ങൾ സ്വന്തമാക്കിയ ടീമാണ്. 1955, 56, 57, 58, 59, 59, 60, 65, 66, 97, 98, 99, 2000, 2001, 2002, 2013, 2014, 2015, 16, 2016, 17, 2017, 18, 2021, 22 14 തവണ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടുകൊണ്ട് മറ്റാർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിൽ നിൽക്കുന്ന ടീമാണ് റയൽ മാഡ്രിഡ്. അവരുടെ കഴിഞ്ഞ സീസണിലെ പ്രകടനം, സെമി ഫൈനലിൽ അവർ അഗ്രിഗേറ്റ് 5-1 മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റു പുറത്താവുകയായിരുന്നു. ഈ സീസണിൽ ഗ്രൂപ്പ് സിയിലാണ് അവർ കളിച്ചത്. അതിൽ 6 വിജയങ്ങൾ, 6 കളി കളിച്ച് 6 കളിയും വിജയിച്ചു. 16 ഗോളുകൾ അടിച്ചു, 7 ഗോളുകൾ തിരികെ വാങ്ങി. ഗ്രൂപ്പ് വിന്നേഴ്സ് ആയിക്കൊണ്ട് അവർ റൗണ്ട് ഓഫ് 16 ലീപ്സിഗിന് അഗ്രിഗേറ്റ് 2-1 തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക്. 4-4 അഗ്രിഗേറ്റ് മാഞ്ചസ്റ്റർ സിറ്റിയോട്, പിന്നെ 4-3 പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയം. അവർ സെമി ഫൈനലിൽ ഇതാ ബയേൺ മ്യൂണിക്കിന് 4-3 അഗ്രിഗേറ്റിൽ തോൽപ്പിച്ചുകൊണ്ട് അവർ ഫൈനലിലേക്ക് കടക്കുകയാണ്. വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയും ഒക്കെ അവരുടേതായിട്ടുള്ള സംഭാവന മുന്നേറ്റ നിരയിൽ കൊടുക്കുമ്പോൾ ഡിഫൻസിലും ഗോൾ കീപ്പിങ്ങിലും ഒക്കെ ലൂയിന ഗോൾ കീപ്പറായിട്ട് നിന്നത്, അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനമൊക്കെ നമ്മൾ സിറ്റിക്കെതിരെ അടക്കം കാണുകയുണ്ടായി. അങ്ങനെ ഒരു ടീം ഗെയിം കളിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് എത്തുന്നത്. ഏതായാലും റയൽ മാഡ്രിഡ് ഇപ്പോൾ എത്തിയിരിക്കുന്ന അവരുടെ 18ാമത്തെ യൂറോപ്യൻ കപ്പ് ഓർ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലാണ്. ഏതായാലും അവർ കിരീടത്തിലേക്ക് വീണ്ടും പോകുമോ കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.